നേതാക്കളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന പ്രകടനങ്ങൾ KPCC വിലക്കി. തർക്കം തെരുവിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് നടപടികൾ. പ്രകടനങ്ങൾ അച്ചടക്ക ലംഘനമായി കാണുമെന്ന് KPCC. അതിനിടയിൽ VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. ഇത് ആഘോഷിക്കേണ്ട, സന്തോഷിക്കേണ്ട സമയമാണ്. UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടാക്കാൻ പാടില്ല. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നുവെന്ന് VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിൽ, സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിൽ VD സതീശന് അനുകൂലികൾ തെരുവിലിറങ്ങുന്ന അതേ സമയത്താണ് VD സതീശന്റെ സമാധാനാഹ്വാനം ഫേസ്ബുക്കിൽ. മാധു, കോൺഗ്രസിൽ ഇതൊക്കെ തന്നെ സാധാരണമാണ്. ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ പരിധികളും ലംഘിച്ചുള്ള സാഹചര്യമാണ് കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള നേതാക്കളുടെ, അവരുടെ അണികളുടെ തെരുവ് പോരാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും VD സതീശൻ അനുകൂലികളുടെ വലിയ പ്രകടനങ്ങളാണ് പലയിടങ്ങളിലും വന്നത്. ഇപ്പോൾ ആ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടാണ് VD സതീശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. 102 സീറ്റുമായി കോൺഗ്രസിന്റെയും UDFന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടിയിലേക്ക് AICC കടന്നു. ഈ ഒരു അവസരത്തിൽ ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്നാണ് VD സതീശൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ VD സതീശൻ ആവശ്യപ്പെടുന്നു. അതിന് താഴെ വന്ന കമന്റുകൾ വായിച്ചാൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം, നയിച്ചവർ തന്നെ നേതാവാകണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു പ്രകടനം നേരത്തെ തന്നെ KPCC വിലക്കിയതാണ്. പോസ്റ്റുകൾ പതിക്കുന്നത് വിലക്കിയതാണ്. ആരെയെങ്കിലും അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ, ഫ്ലക്സുകളൊക്കെ തന്നെ വെക്കുന്നത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്ന് KPCC വ്യക്തമാക്കിയതാണ്. അത് ലംഘിച്ചാണ് ഏതായാലും ഇപ്പോൾ VD സതീശന് വേണ്ടി പ്രകടനങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ VD സതീശൻ അത് നിർത്തണം, ഇത്തരം നടപടികൾ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഏതായാലും അതൊക്കെ തള്ളിക്കൊണ്ട് ഇപ്പോൾ വലിയ സ്ക്രീനിൽ നമുക്ക് 4 ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം കാണാൻ കഴിയും. തിരുവനന്തപുരത്ത്, കോഴിക്കോട്, കോട്ടയത്ത്, എറണാകുളത്ത്, നേരത്തെ മലപ്പുറത്തും സമാനമായ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കോഴിക്കോട്ടെ പ്രതിഷേധം നടക്കുന്നിടത്ത് നിന്ന് ശരത് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശരത്ത്, എത്ര വലിയ പ്രതിഷേധം കോഴിക്കോട്ട്? ബാബു, ഇത് കോഴിക്കോടും വലിയ പ്രതിഷേധം തന്നെയാണ്. കോഴിക്കോട് കിഡ്സൺ മുതലക്കുളത്താണ് ഇപ്പോൾ പ്രതിഷേധം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ഈ പ്ലക്കാർഡുകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തകരുടെ അണിനിരക്കുന്നത് കാണാം. കിങ് മേക്കർ 2026 എന്ന പ്ലക്കാർഡുകളാണ് പ്രവർത്തകരോടൊക്കെ തന്നെ കയ്യിലുള്ളത്. മുതിർന്ന നേതാക്കളില്ല, എന്നിരുന്നാലും പ്രാദേശിക തലത്തിലെ മുതിർന്ന പ്രധാനപ്പെട്ട ചുമതലകളുള്ള ആളുകൾ തന്നെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.